അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം ആർക്കാണ് വേണ്ടത്? ആ സ്വർഗം ആർക്കാണ് വേണ്ടത്? ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴി അള്ളാഹു പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഈ പ്രസംഗിക്കുന്നത്, അതിനു വേണ്ടിയാണ് സമയം കഴിഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെടുത്തിട്ട് കിടന്നുറങ്ങേണ്ട സമയത്ത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ രാത്രി ഇവിടെ വന്ന് നിങ്ങൾ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതും സദഖ കൊടുക്കുന്നതും സ്വലാത്ത് പറയുന്നതും. എന്തിനൊരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാലും അൽഹംദുലില്ലാഹ് പറഞ്ഞാലും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്താണ്? പടച്ച റബ്ബിന്റെ സ്വർഗമാണ്. ദുആ ചെയ്താ ചോദിക്കുന്നത് സ്വർഗമാണ്. എത്ര വലിയവരെ മോശമായ ജീവിതം നയിക്കുന്നവനാകട്ടെ, കള്ളു കുടിക്കുന്നവനും വ്യഭിചരിക്കുന്നവനും പലിശ തിന്നുന്നവനും നിസ്കരിക്കാത്തവനും അവന്റെയും മനസ്സിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോകാനാ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാണ്, സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? വനഹൻ നഫ്സ അനിൽ ഹവാ. എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ ഇച്ഛകളുണ്ടല്ലോ, നമ്മുടെ ശരീരമുണ്ടല്ലോ, നമ്മുടെ നഫ്സുണ്ടല്ലോ. ആ നഫ്സിനെ ആരെങ്കിലും ആ നഫ്സിനെ അനുസരിക്കാൻ പാടില്ല. ശരീരത്തിന്റെ ഇച്ഛകൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് നാളെ പരലോകമെന്ന് പറയുന്ന ഒരു ദിനം കടന്നു വരാനുണ്ട്. ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ എണ്ണി എണ്ണി പറയേണ്ട ഒരു ദിവസം വരാനുണ്ടെന്ന ബോധത്തോട് അല്ലാഹുവേ പടച്ചവനെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ നഫ്സുണ്ടല്ലോ, നമ്മുടെ ഇച്ഛകളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളീ പലർക്കും ഇങ്ങനെയുള്ള സദസ്സിൽ ഇരിക്കുമ്പോൾ പ്രയാസങ്ങൾ വരും. ഇങ്ങനെ പറയുമ്പോൾ പടച്ചവന് ഉറക്കം വരുന്നു, പോയി കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. ഇതൊക്കെ തന്നെ അല്ലാഹു പറയുന്നു, നിന്റെ നഫ്സുണ്ടല്ലോ, നിന്റെ ശരീരം, നിന്റെ മോഹങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം നീ അല്ലാഹുവിന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹ് എന്ത് തരും? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അല്ലാഹുവിന്റെ മഅവ എന്ന് പറയുന്ന സ്വർഗ്ഗം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആയത്ത് കേട്ടപ്പോ അല്ലാഹ് പറയുകയാ, സ്വർഗം വേണോ? സ്വർഗം ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷെ എന്ത് വേണം? നിന്റെ ശരീരം, നിന്റെ ഇച്ഛകൾ, നിന്റെ മോഹങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ വികാരങ്ങൾ, അതെല്ലാം അല്ലാഹു പറയുന്ന രീതിയിൽ, ദീൻ പറയുന്ന രീതിയിൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതം, അത് നീ നയിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് ഖുർആൻ പറയുന്നു. ഉസ്താദിനോട് പറയുകയാ, അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതാണ് ഞാൻ പഠിച്ച രണ്ടാമത്തെ മസ്അല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. നമ്മൾ പറയുന്നത് നമ്മുടെ നഫ്സ് കേൾക്കാറില്ല. കേൾക്കാറുണ്ടോ? കേൾക്കാറില്ല. നമ്മൾ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും നമ്മുടെ നഫ്സിന്റെ, നമ്മുടെ ശരീരത്തിന്റെ അടിമയാണ്. നമ്മുടെ ശരീരം. അതുകൊണ്ടാണല്ലോ പണ്ടുള്ള മഹാന്മാരൊക്കെ, എന്തിനാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രി ചാട്ടവാറെടുത്തിട്ട് സ്വന്തം ശരീരത്തെ അടിക്കുക? എന്തിനാ അടിച്ചേ? സ്വന്തം ശരീരത്തേക്ക്, ഇനി ഇങ്ങനെ ചെയ്തല്ലോ, നീ ഇങ്ങനെ ചെയ്തല്ലോ, നീ അങ്ങനെ കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് സ്വന്തം ചാട്ടമാറ് കൊണ്ട് ശരീരത്ത് തല്ലിയത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഫ്സിനെ പഠിപ്പിക്കുകയാ, അവിടെ നിന്ന് തന്റെ വരുതിയിലേക്ക് കൊണ്ടുവരികയാ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ എന്തിനാ ഒരു മാസം പട്ടിണി കിടക്കണേ? ശരീരത്തെ പഠിപ്പിക്കുക. തിന്നു കൊഴുപ്പ് കൂടുമ്പോഴല്ലേ കുത്തലുള്ളവെന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ശരീരത്തിനെ പഠിപ്പിക്കുകയാണ്, വരുതിയിലേക്ക് കൊണ്ടുവരികയാണ്. മോഹങ്ങൾ പലതുമുണ്ടാകും, ആഗ്രഹങ്ങൾ പലതുമുണ്ടാകും. അല്ലാഹുവിനെ ഭയക്കണം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, അല്ലാഹുവിനെ ഭയക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പിന്തിരിയുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹ് കൊടുക്കാമെന്ന് പറഞ്ഞത് രണ്ട് സ്വർഗമാണ്, ജന്നതാൻ.
രണ്ട് സ്വർഗം കൊടുക്കാമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കൂ. നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്കൂ, നിന്റെ ചെവിയെ നീ സൂക്ഷിക്കൂ, നിന്റെ നാവിനെ നീ സൂക്ഷിക്ക്, നിന്റെ കയ്യെ നീ സൂക്ഷിക്ക്, നിന്റെ കാലിനെ നീ സൂക്ഷിക്ക്, നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും നീ സൂക്ഷിക്കൂ, നിന്റെ ഹൃദയത്തെ പോലും സൂക്ഷിക്കണേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വല്ലാത്ത മടിയാണ്. നിസ്കരിക്കാൻ മടിയുണ്ട് ഉസ്താദേ, സുജൂദ് ചെയ്യാൻ വയ്യ. പലരും കസേരയിലിരുന്നാണ് നമസ്കരിക്കുന്നത്. കാരണം ചോദിച്ചാ പറയും കുനിയാൻ വയ്യെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പടച്ചവനെ, പള്ളിയിൽ വരാത്തത്, ജമാഅത്തിന് വരാത്തതിന്റെ കാരണം ചോദിക്കുമ്പോ പലരും പറയുന്ന ഉസ്താദേ നടക്കാൻ വയ്യ, വല്ലാത്ത പ്രയാസമാണ്. എങ്കിൽ ഈ പറയുന്ന മനുഷ്യൻ ഏതെങ്കിലും ഒരു കല്യാണം ഒഴിവാക്കാറുണ്ടോ? വോട്ട് ചെയ്യാൻ പോകാൻ ആരോഗ്യമുണ്ടായിരുന്നോ? കല്യാണ വീട്ടിൽ പോകാൻ ആരോഗ്യമുണ്ടായിരുന്നോ? മാർക്കറ്റിലും പല സ്ഥലങ്ങളിലും പോകാൻ ആരോഗ്യമുണ്ട്. പക്ഷേ പടച്ച റബ്ബിന്റെ പള്ളിയിൽ വന്ന പടച്ചവനെ നടക്കാൻ വയ്യ, വല്ലാത്ത രോഗമാണ്, വേദനയാണ്, പ്രയാസമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ശരീരം നമ്മളെ മടുപ്പിക്കുമ്പോ ആ നഫ്സിന്റെ പിന്നാലെ ഞാനും നിങ്ങളും പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗം വേണോ നിങ്ങൾക്ക്? സ്വർഗം വേണോ നിങ്ങൾക്ക്? നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ലേ എത്ര പേരാ ഇപ്പൊ പള്ളിയിൽ ജുമായ്ക്കൊക്കെ വെളിയിലാ പാടില്ലേ? പക്ഷെ വഖത്ത് നിസ്കാരങ്ങൾ എന്താ ഇത്രയുള്ള മുസ്ലിമീങ്ങൾ അല്ല. പള്ളിയിലേക്ക് വരാൻ ചോദിക്കുമ്പോ പടച്ചോനെ സുഖമില്ല ഉസ്താദ്, എങ്ങനെ ഉസ്താദ് നടന്നൊക്കെ വരിക? ഇല്ലേ രോഗങ്ങൾ. കല്യാണ വീട്ടിൽ പോകുന്നുണ്ടോ? എന്തെങ്കിലും അസുഖമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കസേരയിൽ അൽഹംദുലില്ലാഹ് ഇവിടെ പിന്നെ കസേര കളി കുറച്ച് കുറവുണ്ട്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഇവിടെ പിന്നെ കുറച്ച് കസേരയിൽ ചില പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കസേര മാത്രം ബുക്കിടാണ്, ഒരു സൈഡ് മൊത്തവും കസേര. അതൊക്കെ തമിഴ്നാട്ടിൽ പോകണം കേട്ടാ. ഈ അടുത്ത് ഞാൻ മുത്തുപ്പേട്ടയിൽ പോയപ്പോൾ പള്ളിയുടെ പുറത്താ കസേര മൊത്തം. കസേര നിസ്കാരമൊക്കെ പള്ളിയുടെ പുറത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നടക്കുന്ന ആ പള്ളി മെയിൻ പള്ളിക്കകത്തല്ല, അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അവിടെ പോയി നിസ്കരിച്ചോണം കസേര നിസ്കാരമൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറുപ്പക്കാർ വരെ ഇപ്പോൾ കസേര ഇരുന്ന് നിസ്കരിക്കണം. ചോദിച്ചാൽ പറയും കുനിയാൻ വയ്യെന്ന്. 2000-ന്റെ നോട്ട് താഴെയിട്ട് നോക്ക്. കുനിയാൻ വയ്യെന്ന് 2000. മൊബൈൽ പോക്കറ്റിൽ നിന്ന് താഴെ വീഴുമ്പോൾ എന്താ പയില്ലേ? സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. ശരിയാ, നിന്ന് നിസ്കരിക്കാൻ പറ്റത്തില്ലെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ എങ്ങനെ നിസ്കരിക്കണം? എങ്ങനെ ഇരിക്കണം? കസേരയില്ല. അതെവിടാ പഠിച്ചേ? നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ കസേരയില്ലെന്ന് ആരാ പറഞ്ഞേ? തറയിലിരുന്ന് നിസ്കരിക്കുക, തറയിലിരുന്ന് നിസ്കരിക്ക്. അപ്പം ചിലപ്പോൾ ഉസ്താദ് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഉസ്താദ് ഞാൻ തറയിലിരുന്ന കിബിലേക്ക് നേരെ ഞാൻ കാല് നീട്ടും, വേറെ വഴിയില്ല. ഞാൻ പറഞ്ഞു, നീ നീട്ടിക്കോ, നിനക്ക് ഉദറുണ്ടല്ലോ. കാല് നീട്ടുകയോ തല നീട്ടുകയോ എന്ത് വേണമെങ്കിലും നീട്ടിക്കോ. ഇരുന്ന് നമസ്കരിക്കാൻ പറഞ്ഞാൽ ഇരുന്ന് നിസ്കരിക്ക്. എങ്കിൽ സുജൂദ് എത്രയൊക്കെ ആണെങ്കിലും സുജൂദ് തറയിൽ മുട്ടണ്ടേ? അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് ഭൂമിയിൽ മുട്ടണമല്ലോ. അങ്ങനെ ഭൂമിയിൽ മുട്ടുമ്പല്ലേ സുജൂദ് എന്ന് പറയുക. അല്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞു കാണിച്ചിട്ട് എന്താ കഴിയുക? അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇരുന്ന് സുജൂദിയെ നിസ്കരിക്കാൻ കഴിയുന്നവർ ഇരിക്കുക. അതിനും പറ്റാത്തവൻ വേണം കസേര കയറി നിസ്കരിക്കാൻ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നഫ്സുകൾ എല്ലാത്തിനും തടസ്സം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 കാര്യങ്ങൾ നിങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. 3 കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ മുടങ്ങിപ്പോകും. 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അവിടെ നിന്ന് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ഒന്നാമത്തെ കാര്യം നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അപ്പ നിസ്കരിക്കണം. ശരിയാ, നിസ്കരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നിസ്കരിക്കുക. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കൂല. അതാണ് രണ്ടാമത്തെ കാര്യം, വീട്ടിലാരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീട്ടിലാരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കണോ പെട്ടെന്ന് കൊണ്ട് കബറടക്കണോ? പെട്ടെന്ന് കൊണ്ട് കബറടക്കണം. വെച്ചാൽ അവസാനം വെക്കാൻ പറഞ്ഞവൻ തന്നെ പറയും നാറന്ന് കൊണ്ടുപോകാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
മൂന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ വീട്ടിൽ പ്രായപൂർത്തിയായി, മക്കളൊക്കെ പ്രായപൂർത്തിയായി, കല്യാണപ്രായമായി, മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞു, മക്കളുടെ സ്വഭാവങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ അവന് പെണ്ണ് കെട്ടണമെന്ന് ആഗ്രഹമായി തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യണം? നേരത്തെ കാലത്തെ കെട്ടിച്ചു വിടണം. അല്ലാതെ വീട് വരട്ടെ, ജോലി വരട്ടെ, ഗൾഫിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ പിന്നെ കെട്ടിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലേ? 20, 21, ഇപ്പം 21 വയസ്സിൽ നിന്നൊക്കെ 25 ആയി, 27 എന്നിട്ടും വാപ്പാടുത്ത് കല്യാണക്കാര്യം പറയുമ്പോൾ പറയുന്നത്, ഓ അവൻ ചെറുക്കനല്ലേ, വീടായില്ലല്ലോ, ജോലിയായില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനല്ല. വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു കാര്യം കൂടെ എക്സ്ട്രാ ആയിട്ട് പറയുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ സദക്ക ചെയ്യണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ ചെയ്തോണത്. സദക്ക ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ശൈത്താൻ മനസ്സ് മാറ്റിക്കളയുന്ന, പെട്ടെന്ന് ചെയ്യണം. ഇല്ലേ? ഒരു 500 രൂപ കൊടുക്കണം ഇപ്പം പള്ളിക്ക്. അപ്പം ഇങ്ങനെ ആലോചിച്ചു, അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക്, വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ശൈത്താൻ ഇങ്ങനെ മനസ്സിൽ തോന്നിക്കും, അല്ലാ 500 വേണോ? പടച്ചോനെ, പെൺപിള്ളാരൊക്കെ വളർന്നു വരുന്നു, കടയിൽ കച്ചവടമൊന്നും ഇല്ല, ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിക്കും. അവസാനം അത് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഭാര്യയോട് പറയും, ഭാര്യ പറയും, പടച്ചോനെ ഈ സമയത്ത് 500 രൂപയോ, അല്ലാ എന്തൊക്കെയല്ലേ. അവസാനം 200 രൂപ എങ്കിലും കൊടുത്താലായി. മനസ്സിങ്ങനെ മാറിപ്പോകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, മുത്തുനബിയാണ് പറയുന്നത്, സ്വഹാബാ, നിങ്ങൾ നമസ്കരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ നിങ്ങൾ നിസ്കരിക്കണേ. അതിനെ നിങ്ങൾ മാറ്റിവെച്ചാൽ അത് മാറ്റിവെക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ രണ്ടാമതായിട്ട് പറഞ്ഞു, ആരെങ്കിലും മരണപ്പെട്ടാൽ പെട്ടെന്ന് കബറടക്കണം. എപ്പോഴാ കബറടക്കേണ്ടത്? ഇസ്ലാമിന്റെ നിയമം എങ്ങനെ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര സമയം വെക്കാം? എത്ര നേരം വെക്കാം? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര? അത് ഗൾഫിലൊക്കെ, സൗദിയിലൊക്കെ എന്ന് പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമപ്രകാരം 2 വഖത്തുകൾ. എത്ര വഖത്ത്? ളുഹറിന് മരിച്ചു, അപ്പൊ എപ്പോ കബറടക്കണം? ളുഹറിന്റെ സമയത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ മഗ്രിബിന്റെ മുമ്പ് കബറടക്കണം. 2 വഖത്തിന്റെ സമയം. നമ്മളോ ഗൾഫിൽ കിടക്കുന്നവൻ വരാൻ വേണ്ടി വെച്ചോണ്ടിരിക്കുന്നവരാ. ഗൾഫിൽ കിടക്കുന്ന ഇപ്പൊ അൽഹംദുലില്ലാ അങ്ങനൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കല ഈ സമയം നല്ലത്. മരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുക. കദ്ദിമൂനി കദ്ദിമൂനി, എന്നെ ഒന്ന് വിടടാ സ്വർഗത്തിലേക്ക്, എന്നെ ഒന്ന് വിടടാ എന്ന് നല്ലവര് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളെ ശരീരത്തിന് അനുസരിക്കാൻ പാടില്ല. പല മടികളും പല പ്രയാസങ്ങളും പറയും. തഹജ്ജുദ് നമസ്കാരത്തിന്റെ മഹത്വം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചവരാണ്. പക്ഷേ പടച്ചവനെ, നമുക്ക് വല്ലാത്ത ക്ഷീണമാണ്, എഴുന്നേക്കാൻ വല്ലാത്ത മടിയാണ്. പക്ഷേ അത് നമ്മുടെ ഈമാൻ, നമ്മുടെ മലക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാ. പക്ഷേ ശരീരം നമ്മൾ അതിൽ നിന്ന് പിന്തിപ്പിക്കാൻ നോക്കുകയാണ്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളുണ്ടല്ലോ, അല്ലാഹുവേ, ഏതെങ്കിലും കാണാൻ പാടില്ലാത്ത ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, ഹറാം കണ്ടു കഴിഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ്, ഉടനെ പശ്ചാത്തപിച്ചു മടങ്ങാൻ കഴിയണം. നമ്മുടെ കണ്ണുകളെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. അല്ലാതെ പാപങ്ങൾ ചെയ്യുന്ന സ്വഭാവമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരസ്പരം തെറ്റുകൾ കണ്ടാൽ ഉപദേശിക്കുന്നവരാകണം. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനാണ്. പടച്ചവനെ, തെറ്റുകൾ ചെയ്യാൻ വേണ്ടി കടന്നു വന്നാൽ ആ പിഴപ്പിക്കാൻ വരുന്നവനെ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപദേശിച്ച് നന്നാക്കിയ ചരിത്രങ്ങൾ എത്രയോ ഖുർആനിലുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കൂ, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണിനെ വല്ലാതെ സൂക്ഷിക്കണം. പലരും പറയാറുണ്ട്, ഉസ്താദ് നന്നാകണമെന്നുണ്ട്, സിനിമ കാണുന്നത്, സീരിയൽ കാണുന്നത്. പെണ്ണുങ്ങളെ പറയും, ഉസ്താദ് സീരിയൽ കാണുന്നതൊന്ന് നിർത്തണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. കള്ള് കുടിക്കരുതെന്ന്, കള്ളുകുടിയെന്ന് നിർത്തണമെന്നുണ്ട്, ബീഡി വലിക്കുന്നതൊന്ന് നിർത്തണമെന്നുണ്ട്, കഞ്ചാവടിക്കുന്നത് നിർത്തണമെന്നുണ്ട്, വ്യഭിചരിക്കുന്നത് നിർത്തണമെന്നുണ്ട്, ഫോൺ വിളിക്കുന്നത് നിർത്തണമെന്നുണ്ട്, എല്ലാ ദുശീലങ്ങളും നിർത്തണമെന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല ഉസ്താദേ. ആരാ പറഞ്ഞത് കഴിയില്ലെന്ന്? കള്ളുകുടി കൊടുക്കാൻ
കള്ളുകുടി നിർത്താൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കണ്ട. കഞ്ചാവ് അടിക്കുന്നത് അത് നിർത്തുന്നതിന് വേണ്ടി നീ ഒരു സെന്ററിലും പോയി കിടക്കണ്ട. അതിനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. ഏത് മോശമായ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ, അതിനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ആമിനാത്ത പറയും, ഉസ്താദെ ഈ സീരിയൽ കാണുന്നു നിർത്തണമെന്നുണ്ട്, പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് കാണുവാ അല്ലേ. പലരും പറയും, ഉസ്താദെ കള്ളുകൂടി നിർത്തണമെന്നുണ്ട്, പറ്റുന്നില്ല. ആരാ പറഞ്ഞ പറ്റുന്നില്ല എന്ന്? അത് നിർത്താൻ പറ്റുന്ന ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾക്കല്ല നമുക്കും, ഞാൻ ഉൾപ്പെടെ, ഞാൻ മലക്കൊന്നുമല്ലല്ലോ, ഞാൻ മനുഷ്യനാണ്, നിങ്ങളെ കാലം താഴെ ഉള്ളവരെ ഞാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ സ്വഭാവം എൻ്റെ ഇടത് ഭാഗത്തിരിക്കുന്ന മലക്കിനോടെങ്ങാനും ചോദിച്ച് ആ പുസ്തകം തുറന്നു നോക്കിയാൽ മതി എൻ്റെ അവസ്ഥ കാണാൻ. ഈ ഇടത് ഭാഗത്തിരിക്കുന്ന കിതാബെങ്ങാനും ഒന്ന് എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ സിറാജിൻ്റെ തനി സ്വഭാവം ഇതൊന്നുമല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. രക്ഷപ്പെട്ടു പോയാലോ ഞാനെങ്ങാനും രക്ഷപ്പെട്ടു പോയാലോ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. കള്ളു കുടിക്കുന്നവന് കള്ളുകുടി നിർത്താൻ എങ്ങും പോകണ്ട. ഞാൻ പറയുന്ന കാര്യം ചെയ്താൽ മതി. വ്യഭിചരിക്കുന്നവനാകട്ടെ, ഏത് മോശമായ സ്വഭാവം ചെയ്യുന്നവനാണെങ്കിലും അവന് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അള്ളാഹു നിന്നെ നേരെയാക്കും, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തുകൂടെ? നിങ്ങൾക്ക് എന്തായാലും ആർക്കെങ്കിലും, നമുക്കൊക്കെ ഓരോ ദുശീലങ്ങൾ കാണും അല്ലേ. ചിലരിങ്ങനെ വീടി വലിക്കുന്ന നല്ലതാണോ? നല്ലതാണോ? വലിക്കാൻ പറ്റുമോ? ലഹരി വസ്തുക്കളെല്ലാം ഹറാമല്ലേ? ലഹരിയല്ല അല്ലേ? ശംഭു വെക്കാവോ? തുളസി തിന്നാവോ? എല്ലാവരും കൂട്ടത്തിൽ വരികയല്ലേ? ഇല്ല. പിന്നെ ഈ വലിക്കുമ്പോൾ ഒരു സുഖം എന്താ? ഞാൻ അത്താടെ കാര്യം ആലോചിക്കാറുണ്ട്. എൻ്റെ പാപ്പ നല്ല വീടി വലിക്കും, നല്ല വീടി വരുന്ന അങ്ങ് അതൊരു സത്യം പറഞ്ഞാൽ അതൊരു ലഹരിയാണെന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഒരാളുടെ മുന്നിൽ ഉത്തരം മുട്ടിപ്പോയുണ്ട്. സ്ഥിരമായിട്ട് കഞ്ചാവ് അടിക്കുന്നവൻ, സ്ഥിരമായി കള്ളു കുടിക്കുന്നവന് ആ സമയത്ത് കുടിച്ചില്ലെങ്കിൽ കൈകാലൊക്കെ വിറയ്ക്കും ഇല്ലേ? പറ, വിറയ്ക്കോ? പക്ഷെ അതൊക്കെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു അച്ചായനുണ്ടായിരുന്നു, നല്ല സ്നേഹം, ബാബുച്ചായൻ, നല്ല സ്നേഹം, അയൽവാസിയ. എത്ര കള്ളു കുടിച്ചാലും ആരെയൊക്കെ ചീത്ത വിളിച്ചാലും നമ്മളെ വിളിക്കാറില്ല. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഇന്നും ആ മനുഷ്യൻ സത്യം നല്ല സ്നേഹമാണ്. ബാബുച്ചായനും അവിടെ 2 പെൺകുട്ടികൾ, സാബു, 2-3 നല്ല സ്നേഹമാണ്. അൽഹംദുലില്ലാഹ്. ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. എൻ്റെ ഭാര്യ ലൈവായതുകൊണ്ട് പറയുന്നില്ല, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അമ്മാമയൊക്കെ വലിയ സ്നേഹമായിരുന്നു. അവിടുത്തെ അവരുടെ മകൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, സാബു. അള്ളാഹു അവനെ നല്ലൊരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ഥിരമായിട്ട് കള്ളു കുടിക്കുന്നവൻ ആ സമയത്ത് ഇല്ലേ, ചിലർക്കൊരു ടെൻഷനാണ്. ഈ ചായ സ്ഥിരമായി കുടിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? രാവിലെ ഒരു ചായ, വൈകിട്ടൊരു ചായ കുടിച്ചില്ലെങ്കിൽ ആ സമയമാകുമ്പോൾ വൈലുണ്ടാവും. ചിലർക്ക് തലവേദന ഇല്ലേ? വീടി വലിക്കുന്നവർ, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. എൻ്റെ വാപ്പ റമദാൻ മാസം വായിക്കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം വായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരും വാപ്പാടുത്ത് സംസാരിക്കാറില്ല. ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാപ്പാടുത്ത് ഒരു കാര്യത്തിൽ ആരും പോകത്തില്ല. കാരണം വാപ്പയ്ക്ക് ഈ വീടി വലിക്കാതിരുന്നിട്ട് വലിയ ടെൻഷനാണ്. നോമ്പ് തുറക്കും, സത്യം പറഞ്ഞ വീടി കയ്യിലെടുത്ത് വെച്ചേക്കും. നോമ്പ് തുറന്ന് ഈത്തപ്പഴവും വെള്ളവും കുടിച്ച ഒരെണ്ണം വലിച്ചിട്ടാ പള്ളിക്കകത്തേരെ കയറുന്നത്. അത്രയ്ക്കും. ഡോക്ടർ ICUവിൽ കിടന്നപ്പം ചോദിച്ചു, ഇതൊന്നും നിർത്തിക്കൂടെ, അത് കവറിൽ പോകണം. കാരണം അങ്ങനെ പഴയ ആൾക്കാരങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ അന്നത്തെ പോലെയല്ല. ഇന്നത്തെ കുറ്റിപിടി എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത എനർജി അതിന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതെല്ലാം ലഹരി വസ്തുക്കളാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതല്ല മനുഷ്യ. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ സിഗരറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് വലിക്കാൻ പാടില്ല, ഇത് നല്ലതല്ല, എന്നിട്ടും വലിക്കാം. ഇതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കള്ളു കുടിക്കുന്ന ഒരാളോട് കള്ളു കുടിക്കാൻ പാടില്ല, കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരും, അത് ഇത് വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കുക, ഇറച്ചിക്കോഴി മേടിച്ച് കഴിക്കാൻ പാടുണ്ടോ? അത് കഴിച്ചാൽ ക്യാൻസർ വരും എന്നല്ലേ. ഉത്തരം മുട്ടിപ്പോയി. കൊടുക്കു ചോദ്യം ചോദിക്കട്ടെ പലരും അല്ലേ? ഇറച്ചിക്കോഴി തിന്നാൻ പാടുണ്ടോ? അതിനകത്ത് മരുന്നടിക്കുന്നതല്ലേ. അപ്പൊ നമ്മളൊക്കെ അത് ഞാൻ പറഞ്ഞു വന്നത്, ഈ ലഹരി വസ്തുക്കളൊക്കെ ഉണ്ടായത് എവിടെ നിന്നറിയോ? ഇബിലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചപ്പം പേടിച്ചു മൂത്രമൊഴിച്ചു. ഇബിലീസിനെ അല്ലാഹു ശപിച്ചു, നശിച്ചു പോകട്ടെടാ,
ലഅനത്താക്കി അല്ലാഹു അവനെ ശപിച്ചപ്പോ അവൻ പേടിച്ചിട്ട് മൂത്രമൊഴിച്ച് ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്നാ ഇതൊക്കെ വളർന്നത്. നീ അതാ ചുണ്ടത്തെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കയറ്റുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ ഒഴിവാക്കണം. ഈ വീടി വലിക്കുന്നത്, മുറുക്കുന്നത്, അതൊക്കെ നമുക്ക് പറ്റിയ പണികളാണ്. ഇതൊക്കെ അങ്ങ് ഒഴിവാക്കണം. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അൽഹംദുലില്ലാ നമ്മൾ ഭാര്യ ആ പാപത്തിനെ കുറിച്ച് ചിന്തിക്ക്. രാത്രി വിടിയും വലിച്ചിട്ട് കയറി അതിൻ്റെ അടുത്ത് പോയി കിടക്കുക, എന്നിട്ട് ഉമ്മ വെക്കാൻ പോവാ, ആ പാപം മുക്കും പൊത്തിയിട്ട് വിടുക. നരശിക്ക് നമ്മുടെ മക്കൾ ഈ സിഗരറ്റൊക്കെ വലിച്ചിട്ട് മക്കളെ ചുംബിക്കാൻ പോകുമ്പോൾ ആ മക്കൾ തന്നെ മാറിപ്പോകുന്നൊരവസ്ഥ. ഈ ദുശീലങ്ങളൊക്കെ മാറ്റണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിന്റെ ഭാര്യയുടെ സീരിയൽ കാണാൻ നിർത്തണം അല്ലേ? അതുപോലെ എന്തെങ്കിലും ദുശീലങ്ങൾ അത് നിർത്തണം. അതിനുള്ള വഴി എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൻ തറക ലില്ലാഹി മഅസിയതൻ സബഅ മർറാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തുവെക്കുക. ഈ പറയുന്ന ഒരേ ഒരു വാചകം നിങ്ങൾ മറക്കാതെ ഓർത്തുവെക്കുക. ഏതെങ്കിലും ഒരു പാപം നീ ചെയ്യുന്നുണ്ട്, ഒരു തെറ്റിൽ നിന്ന് നിനക്ക് പിന്തിരിയണമെന്നുണ്ട്. മോനെ, കള്ളു കുടിക്കാൻ നിന്റെ കൂട്ടുകാര് നീ കള്ളുകുടിയനാട്, നിന്നെ കള്ളു കുടിക്കുന്നതിന് വേണ്ടി നിന്റെ കൂട്ടുകാര് നിന്നെ നിർബന്ധിക്കുമ്പോ, അല്ലാഹുവേ ഇത് പാപമാ, ഇത് ഹറാമാ. ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയാൽ സ്വർഗത്തിൽ കിടക്കില്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കള്ള് കുടിക്കാൻ അവസരം കിട്ടുമ്പോ പടച്ചവനെ ഇത് പാപമാണെന്ന് കരുതിയിട്ട് ചെയ്യാൻ പാടില്ല. കാമുകി വിളിക്കുമ്പോ, മോശമായ സംസാരം നടത്തുമ്പോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വിളിക്കുമ്പോ, വീടി വലിക്കാൻ തോന്നുമ്പോ, മോനെ അല്ലാഹുവിനെ കരുതിയിട്ട് ഇത് പാപമാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4, 5, 6, 7 ഏതെങ്കിലും ഒരു പാപത്തിൽ നിന്ന് അത് പാപമാണെന്ന് കരുതിയിട്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് 7 പ്രാവശ്യം നീ അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ പിന്നെ അല്ലാഹു നിന്നെ കൊണ്ട് ആ പാപം ചെയ്യിപ്പിക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ 7 പ്രാവശ്യം അല്ലാ ഇത് പാപമാ, തെറ്റാ, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് 7 പ്രാവശ്യം, ഇന്ന് വൈകുന്നേരം, നാളെ വൈകിട്ടായി, സീരിയൽ കാണാൻ സമയമായി, പടച്ചവനെ ഇത് പാപമാ, ഞാൻ കാണൂല, പിന്തിരിഞ്ഞു. ഇങ്ങനെ 7 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഒരു പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അല്ലാഹു പിന്നെ ആ തെറ്റുകൊണ്ട് നിന്നെ പരീക്ഷിക്കില്ല. നീ ഒരു കാലത്തും ആ പാപം നിനക്ക് ചെയ്യേണ്ടി വരില്ല. അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു പാപമുണ്ടെങ്കിൽ 7 പ്രാവശ്യം അത് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ഒന്ന് പിന്തിരിഞ്ഞു നോക്ക്. 8ാമത് നിന്റെ മുന്നിൽ ആ പാപം വരൂല. 7 പ്രാവശ്യം ഞാൻ കള്ളു കുടിക്കത്തില്ല എന്ന് പറഞ്ഞു പിന്തിരിഞ്ഞവനെ 8ാമത് കള്ളുകുപ്പിയും വെച്ചിട്ട് ഒരുത്തൻ നിന്റെ മുന്നിൽ വരില്ല. അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിന് നീ ഒരു ഹോസ്പിറ്റലിലും പോയി കിടക്കണ്ട, മാറാൻ ഒരു ധ്യാന കേന്ദ്രത്തിലും പോകണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും മനസ്സ് വെച്ചാ മതി. 7 പ്രാവശ്യം അങ്ങനെയൊന്ന് തീരുമാനമെടുത്താൽ നിനക്ക് ഏത് തെറ്റിൽ നിന്നും അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് പ്രവാചകൻ പെട്ടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ നാവിനെ നീ വല്ലാതെ സൂക്ഷിക്കണേ, നിന്റെ ശരീരത്തെ നീ വല്ലാതെ സൂക്ഷിക്കണേ. നാവിനെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം. എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ പേരെ നരകത്തിൽ കൊണ്ടുപോകുന്നത് ഈ നാവ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നാവിന് അതുകൊണ്ട് ആ സഹാബത്ത് വായിക്കകത്ത് കല്ലിട്ടിട്ട് നടക്കാം. മൻ കസറ കലാമുഹു കസറ ദുനൂബുഹു. ഹദീസിൽ തന്നെ കാണാം, അധികം സംസാരിക്കാൻ പാടില്ല. അധികം സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാപങ്ങൾ അധികരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ ഹദീസ് ഇറങ്ങിയപ്പോഴാണ് സഹാബത്ത് വായിക്കകത്ത് കല്ലിട്ടിട്ട് നടക്കുക. കാരണം ആരോടെങ്കിലും സംസാരിച്ചാലല്ലേ പാപം കൂടത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശമായ സംസാരങ്ങൾ, മോശമായ നോട്ടങ്ങൾ, അങ്ങനെയാണല്ലോ പാപങ്ങൾ. നമ്മുടെ നഫ്സ് എത്ര മോശമാണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഏത് നല്ലവനെയും പിഴപ്പിച്ച് കളയുന്ന ശരീരം, നഫ്സ്, ശൈത്താൻ, അതാ നമ്മുടെ കൂടെ. ചരിത്രങ്ങളിൽ കാണാം ഒരു സുന്ദരിയായ പെണ്ണിന്റെ ചരിത്രം. ഹദീസിന്റെ കിതാബുകൾ എടുത്ത് നോക്ക്. ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, വലിയ പണ്ഡിതന, മഹാന, അറിയപ്പെടുന്ന വലിയൊരു മഹാന.
ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ ഗ്ലാമർ കണ്ടപ്പോൾ, സുന്ദരിയാ തൻ്റെ ഭാര്യ, സ്നേഹം കൂടിയപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നിന്റെ സൗന്ദര്യം കണ്ട ഏതാണാ പഴച്ചു പോകാത്തെ? ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് പറയുകയാണ്, നിന്റെ സൗന്ദര്യം കണ്ട ഏതൊരു ചെറുപ്പക്കാരനും പഴച്ചു പോകും, അത്രയ്ക്കും സൗന്ദര്യമാ നിനക്ക്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ആമിനെ തെങ്ങിന്റെ മുകളിൽ കയറണമല്ല. അങ്ങനെ അതുകൊണ്ടാ പറഞ്ഞത്, ഭർത്താക്കന്മാര് ഭാര്യമാരോട് ചില കാര്യം പറയാൻ പാടില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്നും പറയാൻ പേടിയാ. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെണ്ണുങ്ങളെ അടിക്കാന്ന്. അത്ര എടുത്തോളൂ, അടിക്കാന്ന് പറഞ്ഞ പോയിന്റ് എടുത്തിട്ടാണ് ഓരോരുത്തർ പറയുന്നത്. ചില കാര്യങ്ങൾ പറയാൻ പാടില്ല. അതിൽപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് ആമിനടുത്ത് പറയും, അല്ലാ നീ മലക്കുകളെ പോലെ ഇരിക്കുന്ന, ഹൂർലിങ്ങൾ പ്രസവിച്ച പോലെ നീ ഇരിക്കണം, എന്തൊരു സൗന്ദര്യം, അല്ലോ. അങ്ങനൊന്നും പറയില്ല. എന്തിനാ വെറുതെ ഇല്ലാത്ത കാര്യം പറയണം? അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആ പെണ്ണിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങ് ചിന്ത വരും, അല്ലാ അപ്പാ ശരിയാ പറഞ്ഞേക്ക, ഇല്ല എങ്ങനെ ചിന്ത വരും. അപ്പോ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, പെണ്ണ് നീ എന്തൊരു സൗന്ദര്യം, നിന്റെ സൗന്ദര്യം കണ്ട ഏത് ആണും നിന്റെ മുന്നിൽ തോറ്റുപോകും. ഇത് പറഞ്ഞപ്പോ ഈ പെണ്ണിനൊരു വല്ലാത്ത, അങ്ങനാണോ അതങ്ങനെ. അപ്പൊ പറഞ്ഞ് ഇത്തിരി വെളുപ്പൊക്കെ ഉണ്ട്. ഭാര്യ അങ്ങോട്ട് പറയാൻ തുടങ്ങി. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, നിനക്ക് അവനെ ഒന്ന് വളയ്ക്കാൻ പറ്റും? ഭർത്താവ് മരപ്പട്ടിക്ക് ഈനാൻ വെച്ചിക്ക് മരപ്പട്ടി കൊട്ടെന്ന് പറയണമല്ലേ. ഭർത്താവ് ഭാര്യയോട് ചോദിക്കുക, എങ്കിൽ ഞാൻ ഒരു ചെറുപ്പക്കാരനെ ഒരാളെ പറഞ്ഞു തരാം, നിനക്ക് അവനെ ഒന്ന് പഴപ്പിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് വയ്ക്കേ. പക്ഷെ ആ പെണ്ണിത്തിരി ഈമാനുള്ളതെങ്കിൽ ഇവൻ പറഞ്ഞപ്പോഴത്തേക്ക് കയറിയതാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, എന്നാ ഞാൻ പിഴപ്പിക്കാം, ഞാൻ കാണിച്ചു തരാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാണ്, വെറുതെ പറഞ്ഞതല്ല, മക്കയിൽ നടന്ന സംഭവമാ. ഭർത്താവ് പറയുകയാണ്, ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ നിനക്കൊന്ന് പഠിപ്പിക്കാൻ കഴിയുമോ? പടച്ചറപ്പേ. ഭർത്താവ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഭാര്യ അതിന് തയ്യാറാവുകയാണ്. ഭർത്താവ് പറഞ്ഞു, ഒരിക്കലും ആ മനുഷ്യനെ നിനക്ക് പിഴപ്പിക്കാൻ കഴിയില്ല. ആരൊക്കെ നിന്റെ ശരീരം കണ്ട നിന്റെ കൂടെ കൂടിയാലും നിനക്ക് ഒരിക്കലും ആ ചെറുപ്പക്കാരനെ പിഴപ്പിക്കാൻ കഴിയില്ല. പെണ്ണിന് വല്ലാത്ത ദേഷ്യമായി, അവിടെ നിന്ന് വല്ലാത്ത വാശിയായി. പടച്ചവനെ ശരീരം മുഴുവനും വസ്ത്രം മറച്ചുകൊണ്ട് സുന്ദരിയായ പെണ്ണ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിലേക്ക് കടന്നു പോവുകയാ. മഹാനായ ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിൽ നിൽക്കുമ്പോ വല്ലാത്ത അറിവുള്ള ഒരു മനുഷ്യനാട്, പണ്ഡിതനാട്. ഈ പെണ്ണ് ചെന്നിട്ട് ചോദിക്കുകയാ, എനിക്ക് ചില മസലകൾ ചോദിക്കാനുണ്ട്, എനിക്ക് ചില അറിവുകൾ പറഞ്ഞു തരുമോ? ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു തരാ. പെണ്ണ് പറഞ്ഞു, നമുക്ക് അങ്ങോട്ടൊന്ന് മാറി നിൽക്കാം, കുറച്ചങ്ങോട്ടങ്ങ് മാറി നിൽക്കാം. പടച്ചവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മാറ്റി നിർത്തി. അവസാനം അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെണ്ണ് തന്റെ മുഖത്തിട്ടിരിക്കുന്ന മറയങ്ങ് മാറ്റുകയാണ്, തന്റെ ഹിജാബെടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് തന്റെ സൗന്ദര്യം ആ ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുന്നില് തന്റെ സൗന്ദര്യം ഇങ്ങനെ തുറന്നു കാണിച്ചിട്ട് ആ പെണ്ണ് ചോദിക്കുന്നു, ഉബൈദേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുമോ? അല്ലാഹുവേ. ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അവിടെ നിന്ന് ചോദിക്കുന്നു, പെണ്ണേ, നീ എവിടെ വെച്ചാ ചോദിക്കുന്നതെന്നറിയുമോ? നീ എവിടെയാ നിൽക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സുന്ദരിയായ പെണ്ണ് തന്റെ ശരീരം കാണിച്ചിട്ട് അവിടെ ആ ചെറുപ്പക്കാരനെ പിഴപ്പിക്കാൻ നോക്കുമ്പോ ഉബൈദ് ബിൻ ഉമൈർ എന്ന് പറയുന്ന മനുഷ്യൻ ചോദിക്കുകയാ, പെണ്ണേ, അതാ ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തരാ. പക്ഷെ അവിടെ നിന്ന് ചോദിക്കുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളെ മുഖറബ് മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്കുകളും തന്റെ അനുയായികളും നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കണ്ണിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ. ഫകസഫിനാ അൻക ഇതാക ഫബസറുക അൽയൗമ ഹദീദ്.
കണ്ണുകൊണ്ട് മലക്കുകളെ കാണുന്ന ഒരു രംഗമുണ്ടല്ലോ. ആ മരണം കണ്ണിന്റെ മുന്നിൽ വരുന്ന സമയം നീ ഇത് ചെയ്താ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നോ പെണ്ണേ? ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, ആസ്രായിലിനെ കണ്ടുമുട്ടുന്ന സമയം അവര് മുഴുവനും ചുറ്റുഭാഗത്ത് നിന്നിട്ട് കല്ലാ ഇദാ ബലഗതി തറാകിയ വകീല മൻ റാക് വളന്ന അന്നഹുൽ ഫിറാക് വൽതഫതി സാക് ബിസാക് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാക്. ആ ഭയാനകമായ രംഗമുണ്ടല്ലോ, ആ സമയത്ത് നീ ഇത് ചെയ്താ നിനക്ക് രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? പെണ്ണേ, 6 അടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് നിന്നെ കൊണ്ടുപോയി കുടിച്ചിടുമല്ലോ. ആരാരുമില്ലാത്ത കബറിന്റെ അകത്ത് നിന്നെ കൊണ്ടുപോയി കുടിച്ചിടുമ്പോ 6 അടി മണ്ണിന്റെ അകത്ത് നിനക്ക് രക്ഷപ്പെടാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവിടെ നിന്ന് മഹാനായ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, ചെമ്പിന്റെ തറയിലെ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ അല്ലാഹു വിചാരണ ചെയ്യുന്ന സമയത്ത് ലോകത്ത് കടന്നു വന്ന സർവരുടെയും മുന്നിൽ വെച്ചിട്ട് അല്ലാഹു നിന്നോട് ചോദിക്കുമ്പോ അവരുടെ മുന്നിൽ നിന്നുകൊണ്ടൊരു വ്യഭിചാരിയെ പോലെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവരെ പോലെ അല്ലാഹുവിന്റെ മുന്നിൽ നിന്ന് നിനക്ക് നാണം കെടാറ് നീ ആഗ്രഹിക്കുന്നുണ്ടോ പെണ്ണേ? ഈ പറയുന്നത് ചുമലിലിരിക്കുന്ന 2 മലക്കുകൾ എഴുതി വച്ചിരിക്കുകയാ. നാളെ നിന്നെ റബ്ബിന്റെ മുന്നിൽ വെച്ച് ഈ നന്മതിന്മ എഴുതിയ കിതാബ് നിന്റെ കയ്യിലേക്ക് എടുത്തു തരുമ്പോ നിനക്ക് സന്തോഷിക്കാൻ പറ്റുമോ? ഈ ചോദിച്ചതിന്റെ പേരില്, ഇത് ചെയ്തതിന്റെ പേരില് ആ കിതാബ് എടുത്തു തരുമ്പോ അതിനകത്ത് എല്ലാം എഴുതി വച്ചിരിക്കുകയാ. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഞാനും നിങ്ങളും ചോദിക്കുമല്ലോ, നാളെ നന്മതിന്മ എഴുതിയ കിതാബ് എടുത്ത് എന്റെ കയ്യിൽ തരുമ്പോ വായിച്ചിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നു, അല്ലാ ആരും കാണാതെ പായിപ്പാട് പള്ളിയിലെ എന്റെ റൂമിന്റെ അകത്തിരുന്ന് ഞാൻ ചെയ്തതുപോലും ഇതിനകത്തുണ്ടല്ലോ തമ്പുരാര്. എല്ലാം പടച്ചവര് ഞാൻ ആരും അറിയില്ലെന്ന് കരുതിയത് സർവ്വതും ഇതിനകത്തുണ്ടല്ലോ തമ്പുരാര്. ഇതെന്ത് കിതാബാ അല്ലാ? പെണ്ണെ, നിനക്ക് രക്ഷപ്പെടാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന പാലം, ആ പാലത്തിന്റെ മുകളിലൂടെ നിനക്കൊന്ന് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ പെണ്ണിന്റെ കണ്ണറിയാതെ നിറഞ്ഞുപോയി, ആ പെണ്ണിന്റെ കണ്ണറിയാതെ നിറഞ്ഞുപോയി. കഅബാലയത്തിന്റെ മുറ്റത്തിരുന്നിട്ട് റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോ മിസ് കോളാണെന്ന് പറഞ്ഞ് നിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അവസാനം പടച്ചവരെ മോശമായ സംസാരങ്ങൾ പറയാൻ തുടങ്ങുമ്പോ അത് പാപമാ, ഇത് അപരാധമാ, ഇത് ചതിയാണ്, ഇത് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നതാണ്, ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ്. പെണ്ണേ, നീ നിന്റെ ഭർത്താവിനെ വഞ്ചിക്കല്ലേ. പെടാ ചെറുപ്പക്കാരാ, എന്നെ പോലെ ഒരു പെണ്ണ് നിന്റെ വീടിന്റെ അകത്തുണ്ട്, ആ പാവപ്പെട്ടവളെ നീ ചതിക്കല്ലേ. അല്ലാഹുവിനെ ഭയക്കൂ. ഒരൽപ്പനേരത്തെ സുഖത്തിന് വേണ്ടി നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം ചെറുപ്പക്കാരാ, എന്ന് പറഞ്ഞു കൊടുത്ത് നേരെയാക്കാൻ കഴിയണം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ.
പാപങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോ, കള്ളു കുടിക്കാൻ അവസരം കിട്ടുമ്പോ, പലിശ തിന്നാൻ അവസരം കിട്ടുമ്പോ, ഹറാമായ വഴിയിലൂടെ പണം എളുപ്പത്തിൽ കിട്ടാൻ വഴികൾ ഉണ്ടാകുമ്പോ, ഈ സമയത്ത് ആരുടെ കണ്ണ് വെട്ടിച്ചാൽ എന്നെ പടച്ച റബ്ബിന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹു കാണുന്നുണ്ടല്ലോ, അല്ലാഹു ഉറങ്ങുന്നില്ല, അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. അല്ലാഹ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹയാണ് സാക്ഷി, അല്ലാഹുവാണ് സാക്ഷി. ഈ പറയുന്നത് എന്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാ, റബ്ബ് കേട്ടുകൊണ്ടിരിക്കുകയാ, എല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, അല്ലാഹ് കാണുന്നുണ്ടെന്നുള്ള ഓർമ്മയുണ്ടായിട്ട് പാപം ചെയ്താ അത് ധിക്കാരമല്ലേ? മഹാനായ സയ്യിദന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ടെടാ, എങ്ങനെ കഴിയുന്നടാ നിനക്ക് വ്യഭിചരിക്കാൻ? എങ്ങനെ കഴിയുന്നു നിനക്ക് കള്ളുകുടിക്കാൻ? അല്ലാഹ് കാണുന്നുണ്ടല്ലോ, ആര് കണ്ടില്ലെങ്കിലും. ആ അല്ലാഹ് കാണുന്നുണ്ടെന്ന് ഓർമ്മയുണ്ടായിട്ട് നീ ചെയ്യുന്നല്ലോ. ഈ ധിക്കാരത്തിന് നീ നാളെ അല്ലാഹുവോട് എന്ത് മറുപടി പറയും? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ തെറ്റിലേക്ക് വിളിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് പിന്തിരിയണം. നമ്മുടെ നെഫ്സിനെ നമുക്ക് പിടിച്ചിർത്താൻ കഴിയണം. മോശമായ കാര്യങ്ങൾ കാണുമ്പോൾ അവസരങ്ങൾ നമ്മൾ മാറണം. അങ്ങനെ മാറുമ്പോഴാ അള്ളാഹു നമുക്ക് സ്വർഗം തരുന്നത്. എന്തുകൊണ്ടാ സഹോദരങ്ങളെ? അള്ളാഹു മലക്കുകളെക്കാളും നമുക്ക് മഹത്വം നൽകിയേ. മലക്കുകളെക്കാളും മഹത്വം അള്ളാഹു നമുക്ക് എന്തേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? അവർ 24 മണിക്കൂറും ഇബാദത്തും ചെയ്തിരിക്കുക, അവർക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ പഠിച്ചവനെ എടാ റോഡിലൂടെ പോകുമ്പോൾ എന്തെല്ലാം പോസ്റ്ററുകൾ കാണുന്നു, എന്തെല്ലാം വൃത്തികേടുകൾ കാണുന്നു, പാപങ്ങൾ ചെയ്യാൻ ഒരുപാട് അവസരമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതിൻ്റെ ഇടയിലൂടെ അല്ലാ എന്ന് വിളിച്ച് കിടക്കണം. അതുകൊണ്ടാണ് നമുക്ക് സ്വർഗം അല്ലാഹ് തരുന്നത്. ആ മലക്കുകളെക്കാളും മഹത്വം നമുക്ക് നൽകുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാട്ടിൽ പോയിരുന്ന് ജീവിക്കാം, വനത്തിൽ പോയി ജീവിക്കാം. ഓൻ എന്ത് പാപം ചെയ്യാനാ? അപ്പം അവൻ അവിടെ നിന്ന് സിനിമ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനല്ല, എല്ലാവരും തെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലൂടെ, അതാണല്ലോ ഒഴുക്കിന് എതിരെ അതാണ് ചെറിയ മീനൊക്കെ ഇങ്ങനെ നീന്തിപ്പോണില്ലേ, ഇതുപോലെ ഒഴുക്കിൻ്റെ കൂടെ പോകലല്ല. എല്ലാവരും തലതിരിഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് നേർമാർഗത്തിൽ നടക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അങ്ങനെ നടക്കുമ്പോഴാ ചെറുപ്പക്കാർക്കൊക്കെ പഠിക്കേണ്ട ചരിത്രമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ്റെ ചരിത്രമുണ്ട്. വല്ലാത്ത അത്ഭുതം. ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കും, മോനെ, ഇങ്ങനെ ചോദിക്കും, നീ എന്ത് സുഗന്ധമാണ് തേച്ചിരിക്കണേ? വല്ലാത്ത സുഗന്ധം ചരിത്രത്തിൽ കാണാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ആഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഈ ചെറുപ്പക്കാരനെ കാണുമ്പോൾ വല്ലാത്ത സുഗന്ധമാണ്, ശരീരത്തിൽ നിന്ന് ഇങ്ങനെ സുഗന്ധം അടിച്ചു വീശുകയാ. എല്ലാവരും ചോദിക്കും, നീ ഇതെവിടുന്നാ, ഇവിടെ എവിടുന്നാ? യാഫി എന്ന ചെറുപ്പക്കാരൻ സത്യത്തിൽ ശരീരത്ത് സുഗന്ധം തേച്ചിട്ടില്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറ. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യാഫി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു, യാഫിയെ, നീ ഈ സുഗന്ധം എവിടെ നിന്നാ മേടിച്ച? വല്ലാത്ത സുഗന്ധം. ആ ചെറുപ്പക്കാരൻ പറയും, ഞാൻ എൻ്റെ ശരീരത്ത് സുഗന്ധം തേച്ചിട്ടില്ല. ചരിത്രം പറയുകയാണ്, അവസാനം ഈ വീടിൻ്റെ അയൽവാസിയായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ പോയിട്ട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, യാഫിയെ, ഇതെവിടെ നിന്നാ? എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീടിൻ്റെ അകത്തിരുന്ന് ഇബാദത്ത് ചെയ്യുമ്പോൾ നിന്റെ ഈ സുഗന്ധം ഇങ്ങനെ അടിക്കുന്ന കാരണം എൻ്റെ നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ പോലും മാറിപ്പോകുന്നു. അതുകൊണ്ട് ഇതെവിടെ നിന്നാ? ഒന്ന് പറഞ്ഞതാ. നീ എന്തിനാ ഇത്രയും വലിയ സുഗന്ധം തേക്കുന്നത്? ആ യാഫി എന്ന ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, തങ്ങളെ, ഞാൻ സുഗന്ധം തേച്ചിട്ടില്ല. എൻ്റെ ശരീരത്ത് ഞാൻ സുഗന്ധം തേച്ചിട്ടില്ല. എൻ്റെ ശരീരത്തിൽ ഞാൻ സുഗന്ധം തേച്ച് പിന്നെ എങ്ങനെ ഈ മണക്കണേ? നിന്റെ ശരീരം വല്ലാതെ സുഗന്ധം അടിക്കുന്നല്ലോ, നീ പോകുമ്പോൾ സുഗന്ധം പരിമളം ഇങ്ങനെ അടിച്ചു വീശുന്നല്ലോ, എങ്ങനാ? ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ടൊരു ചരിത്രം പറയുകയാ. യാഫി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചരിത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാ യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. പാവപ്പെട്ടവനാണെങ്കിലും കാണാൻ വല്ലാത്ത സുന്ദരനാണ്. റബ്ബേ, ഒരു ദിവസം
ദിവസം തന്റെ കുടുംബത്തിലേക്ക്, തന്റെ വീട്ടിലേക്ക് അതാ കൊട്ടാരത്തിൽ നിന്ന് തോഴിമാര് കടന്നു വരികയാണ്. കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ കടന്നു വന്നു. യാഫിയെ നിന്നെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയാണ്, നിന്നെ കൊട്ടാരത്തിലെ റാണി വിളിക്കുകയാണ്. പടച്ചവനെ, യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. അതാ പടച്ചവനെ, ഓരോ റൂമിങ്ങനെ കിടക്കുമ്പോഴും കവാടങ്ങൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ ചെറുപ്പക്കാരൻ നടന്നു അതാ രാജകൊട്ടാരത്തിന്റെ മണിയറക്കകത്തേക്ക് കൊണ്ടുപോവുകയാ. ആ രാജകൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് കടന്നു ചെല്ലുമ്പോ രാജാവിന്റെ പൊന്നാര മകളുണ്ടല്ലോ, ഏറ്റവും കൂടിയ മനോഹരമായ സുഗന്ധം തേച്ചു, ഏറ്റവും നല്ല മനോഹരമായ വസ്ത്രം ധരിച്ചു. യാഫി എന്ന ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ മണിയറക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ ശരീരത്തിന്റെ ഔറത്തുകൾ വെളിയിൽ കാണുന്ന വസ്ത്രം, ശരീരം പോലും പുറത്ത് കാണുന്ന ബെഡ്റൂമിൽ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഇതുപോലെയുള്ള വസ്ത്രം ധരിച്ചിട്ട് ഈ പെണ്ണ് ഓടി വന്നിട്ട് യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിക്കുകയാ. ഓടി വന്ന് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചെവിയിൽ പറയുന്നു, യാഫിയേ, നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാടാ, എനിക്ക് നിന്നോട് വല്ലാത്ത പ്രേമമാ, ഭ്രാന്ത് പിടിക്കുന്നു യാഫിയേ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു താടാ യാഫിയേ. ആ പെണ്ണ് തന്റെ മാറിടത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കടന്ന് യാചിക്കുകയാണ്. അല്ലാ, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറയുന്നു, റെഡിയാകടാ. തന്റെ കയ്യിലേക്ക് വിലപിടിപ്പുള്ള വസ്ത്രമെടുത്ത് കൊടുത്തിട്ട് ഒരുങ്ങാൻ പറയുമ്പോ യാഫി എന്ന ചെറുപ്പക്കാരൻ കടന്ന് കരയുകയാ. അല്ലാഹുവേ, പെട്ടുപോയല്ലോ, രാജാവിന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്താണ്. പടച്ചവരെ, ഇനി രക്ഷപ്പെടുത്താൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല റബ്ബേ. സുജൂദിൽ കിടന്ന് കരയുകയാണ്. പടച്ചവരെ, ഈ പെണ്ണിന്റെ ശരീരമാണ് ആഗ്രഹിക്കുന്നത്, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലല്ലോ. അവസാനം ഈ ചെറുപ്പക്കാരൻ ചെയ്തതെന്നറിയുമോ? അവിടെ ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുകയാണ്, മലമൂത്ര വിസർജനം നടത്തുകയാണ്. എന്നിട്ട് അത് വാരിയിട്ട് തന്റെ ശരീരം മുഴുവനും തേക്കുകയാ. ആ മലവും മൂത്രവും എടുത്ത് തന്റെ ശരീരം മുഴുവനും തേക്കുകയാണ്. രാജാവിന്റെ പൊന്നാര മകളുണ്ടല്ലോ, കൊട്ടാരത്തിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ്, പടച്ചവരെ, അതാ ശരീരം മുഴുവനും വിസർജനം വാരി തേച്ച് നിൽക്കുന്ന യാഫിയനെ കണ്ടപ്പോ സങ്കടത്തോടെ ചോദിക്കുന്നു, എടാ യാഫിയേ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? എന്തിനാടാ യാഫിയേ? ഇതാരും കാണില്ലല്ലോ, ഇതാരും അറിയില്ലല്ലോ. ഇതിനകത്തിരുന്ന് ഞാനും നീയും എന്ത് ചെയ്താൽ ഒരാള് പോലും കാണില്ലായിരുന്നല്ലോ. എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ യാഫി എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? പെണ്ണേ, ഇന്നി എനിക്കല്ലാനെ പേടിയാടി, എനിക്കല്ലാനെ പേടിയാടി. ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുണ്ടല്ലോ. എവിടെ ഇരുന്ന് മറഞ്ഞിരുന്ന് ചെയ്താലും പടച്ചറബ് കാണുന്നുണ്ടല്ലോ. എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ. അവസാനം കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്തിരുന്ന് ആ പെണ്ണവടന്ന് ആട്ടിയിറക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാർ മരുഭൂമിയിലേക്ക് വന്ന് തന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടുകയാ. പാപം ചെയ്തു പോയല്ലോ റബ്ബേ, തെറ്റ് ചെയ്തു പോയല്ലോ റബ്ബേ, എനിക്കിനി സ്വർഗം കിട്ടില്ലല്ലോ, നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ലല്ലോ. ശരീരം മുഴുവനും മണ്ണ് വാരിയിട്ട് പടച്ചവരെ രാവ്
രാവും പകലും അവിടുന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവര്, യാഫി എന്ന ചെറുപ്പക്കാരൻ മഹാനവറുകളോട് പറയുകയാണ്, അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ വിഷമമെന്തെന്നറിയോ? ഈ പെണ്ണ് തൊട്ട ശരീരവുമായി ഞാൻ എങ്ങനാണ് മുത്തുനബിയുടെ മുന്നിൽ പോകുന്നത്, ആ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പോകുന്നത്, ആ പ്രവാചകന്റെ ശഫാഅത്ത് കിട്ടുന്നത്? പടച്ചവനെ നിലവിളിച്ച് കരഞ്ഞു കരഞ്ഞു നടക്കുകയാണ്. അവസാനം അവിടെ ഉറപ്പേ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് തൗബ ചെയ്തു. അവിടെ കരഞ്ഞു കരഞ്ഞ് തളർന്നു കിടക്കുമ്പോ ആരാ വരുന്നതെന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. യാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മുത്തുനബി അവിടുന്ന് കെട്ടിപ്പിടിച്ചത് കൊണ്ടാ, മുത്തുനബി എന്നെ കെട്ടിപ്പിടിച്ചത് കൊണ്ടാണ് ആ സുഗന്ധമാണ് ഈ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്നതെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, അവസരം കിട്ടുമ്പോ മുതലാക്കല്ലേ. പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് പിന്തിരിയാൻ കഴിയണം, തെറ്റുകളിൽ നിന്ന് അകലാൻ കഴിയണം. ഒരിക്കലും നിന്റെ ശരീരം പറയുന്നത് നീ അനുസരിക്കരുത്, ശരീരം പറയുന്നത് നീ കേൾക്കരുത്. നീ ശരീരത്തിന്റെ അടിമയല്ല, നിന്റെ നഫ്സ് നിന്റെ അടിമയാണ്. ഞാൻ പറയുന്നത് എന്റെ ശരീരം കേൾക്കണം. അങ്ങനെ ഒരു കാലം വന്നാ അള്ളാന്റെ ഖുർആനാ പറയുന്നത്, അള്ളാന്റെ ഖുർആനാ പറയുന്നത്, അങ്ങനെ നമ്മുടെ ശരീരം നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന ഒരവസ്ഥ വന്നാൽ വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സ്വർഗം തരാമെന്ന് പടച്ച റബ്ബാണ് പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത് സ്വർഗം തരാമെന്ന്. അതുകൊണ്ട് ഉസ്താദേ, എന്റെ ശരീരം സ്വർഗത്തിന് പകരമായി എന്റെ ശരീരം, എന്റെ നഫ്സുണ്ടല്ലോ, ആ നഫ്സിനെ എന്റെ അടിമയാക്കാൻ തീരുമാനിച്ചു. 33 കൊല്ലത്തിന്റെ ഇടയിൽ ഞാൻ പഠിച്ച രണ്ടാമത്തെ അറിവിതാണെന്ന് മഹാനായ ഖാതിമുൽ അസം തങ്ങൾ പറയുമ്പോ, അല്ലാ, ഈ ഒരു ഇൽമ ഞങ്ങൾക്കും തരണേ അല്ലാ. ഞങ്ങളുടെ നഫ്സുകളെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഉസ്താദിനോട് ശിഷ്യം പറഞ്ഞു കൊടുക്കുക, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ശരീരത്തെ, സ്വന്തം നഫ്സിനെ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആരാണോ പിടിച്ചു വെക്കുന്നത്, വരുതിയിൽ കൊണ്ടുവരുന്നത്, അവന് നാളെ സ്വർഗമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഇന്നു മുതൽ ഞാൻ പറയുന്നത് എൻ്റെ ശരീരം കേൾക്കണം, ഞാൻ പറയുന്നത് എൻ്റെ ശരീരം കേൾക്കണം, ശരീരം എൻ്റെ അടിമയാണ്. അങ്ങനെ ഞാൻ തീരുമാനമെടുത്തു. അതാണ് ഞാൻ പഠിച്ച രണ്ടാമത്തെ അറിവ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.